എന്നിട്ട് അയാളുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നി. ഒരു മനുഷ്യന് അയാളുടെ ഒരു വേഷമാര് അയാളുടെ മതേതരത്വം തെളിയിക്കാൻ വേണ്ടി അയാൾ പറയാണ്, എനിക്ക് മൊയ്തുവിന് എൻ്റെ സുഹൃത്താണ്, പോക്കർ എൻ്റെ സുഹൃത്താണ്, സുലൈമാനുമായിട്ട് ഞാൻ വളരെ സുഹൃത്ത് ബന്ധമുണ്ട്, എനിക്ക് നിസ്കാരത്തെ കുറിച്ച് അറിയാം, സുബഹി, ലുഹർ, അസർ. ഇയാൾ പറയാണ് ഇയാളുടെ വിശ്വാസം മുസ്ലിം സൗഹൃദം. എന്റെ സഖാവ് ബാല, ഞങ്ങളൊക്കെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുകയാണ്. ഇന്ന് വരെ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എത്ര സുഹൃത്തുക്കള്, അത് കഴിഞ്ഞിട്ട് സാമൂഹ്യ ജീവിതത്തിൽ എത്ര സുഹൃത്തുക്കള്. ഒരു പഞ്ചായത്ത്, ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയതാണ്, പ്രസിഡന്റ് ആയതാണ്, MLA ആയതാണ്. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എത്ര എപ്പോഴെങ്കിലും ഈ സുഹൃബന്ധത്തിനകത്ത് എത്ര മുസ്ലിം എത്ര ഹിന്ദു എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പത്രക്കാരെ മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് പോക്കറും മുഹമ്മദൊക്കെ എന്റെ സുഹൃത്താണ്, അതുകൊണ്ട് ഞാനൊരു മുസ്ലിം വിരുദ്ധനല്ല എന്ന് പറയേണ്ട ഗതികേടുണ്ടല്ലോ. സഖാവ് ബാല ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഒരു മനുഷ്യന് പോലും ചേരാത്ത വൃത്തികേടാണ് നിങ്ങളുടെ ആ വാക്കെന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇയാൾ വലിയ പറയാ, സുബൈൻക്കറിയാം, ലുഹ്റു അറിയാന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറയാണ്, ജമാഅത്ത് സർവ്വവ്യാപിയല്ലേ. ഇതാ AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ജമാഅത്ത് തിരുവനന്തപുരത്തേക്ക് പോവാണ്. ഈ ചങ്ങായിക്ക് എന്താ അറിയുമെന്ന് ഭാവിച്ചിട്ട് നിങ്ങൾ AP അബൂബക്കർ ഉസ്താദിനെ ഇതിനേക്കാൾ കൂടുതൽ അപമാനിക്കാവുന്ന ഒരു വാക്കുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാ. സത്യം പറഞ്ഞാൽ റിസാലയിലൂടെ, സിറാജ് പത്രത്തിലൂടെ, തന്റെ എല്ലാ ജിഹ്വയിലൂടെയും ഐഡിയോളജിക്കലി ജമാഅത്തെ ഇസ്ലാമുമായി ഏറ്റവും വലിയ ഡിബേറ്റ് നടത്തുന്ന സംഘടനകളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ സംഘടന. അപ്പൊ ജമാഅത്ത് എന്ന് കേട്ട മൂപ്പരയിക്കുന്നത് ഒക്കെ ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. ലുഹറിന് ജമാഅത്തിന് പോയോ എന്നാരോ പറഞ്ഞപ്പോ മൂപ്പർ ഓർത്തരെ ഓനും ജമാഅത്തിന്റെ ആളാണ്. ഇയാൾക്ക് ഇതുവരെ അറിയില്ല. എന്നിട്ട് അറിയാമെന്ന ഭാവേന ഇയാൾ പറയാണ് എന്ത് AP അബൂബക്കർ മുസ്ലിയാർ വരെ ജമാഅത്തായിരിക്കുന്നു. അതിനിടക്ക് അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങളുമായിട്ടുള്ള ആത്മബന്ധം കാണിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, കുത്തുറാത്തീബ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് കുത്തുറാത്തീബിന്റെ ഭാഗമായിട്ടാണെന്ന് മാത്രം നിങ്ങൾ പറയരുത്. അതുകൊണ്ട് ഞാൻ പറയാൻ, ഈ ചങ്ങായി അതും പറയും മുസ്ലിങ്ങളുടെ കുത്തുറാത്തീബാണ് ഞങ്ങൾ കണ്ണൂരിൽ പ്രയോഗിച്ചത് എന്ന് പറയാൻ വരെ ഒരു മടിയില്ലാത്ത ഒരു മനുഷ്യനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു അവസാനം പറഞ്ഞ കാര്യം എന്താ? അയാൾ പറഞ്ഞത്, ഞാനൊരു ഈമാനുള്ള കമ്മ്യൂണിസ്റ്റാണ്. തിരക്കണില്ല, ഒരു വാക്കൊപ്പിച്ചെടുത്താണ്. എന്നാ പിന്നെ ബാലേട്ടനോട് ഞാൻ പറയട്ടെ, ഈമാൻ കാര്യം പഠിച്ചിട്ടുണ്ടോ? ഈമാൻ കാര്യത്തിലാണ് എന്താണ് അന്ത്യനാളിലുള്ള വിശ്വാസം. CPM-ന്റെ അന്ത്യനാൾ അടുക്കാനായി എന്ന നിലക്ക് നിങ്ങളൊരു ഈമാനുള്ള കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അന്ത്യനാളിൽ വിശ്വാസമുള്ളത് കൊണ്ട് അന്ത്യനാളാണ്. ഞാൻ ഒരൊറ്റ കാര്യം ബാലനോട് പറയട്ടെ, കാറ്റത്ത് മുണ്ട് പൊങ്ങിപ്പോകുമ്പോ നിങ്ങളുടെ മുണ്ടിനടിയിലുള്ള കാവി കളസ ഞങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ഉളുപ്പില്ലാതെ ആ മുണ്ട് തന്നെ അഴിച്ച് തലയിൽ ചുറ്റിയിട്ട്, ബാല നിങ്ങൾ കേരളത്തിന്റെ മതേതര സമൂഹത്തിനകത്ത് നടത്തുന്ന ഈ ആഭാസ നൃത്തം ചവിട്ടലുണ്ടല്ലോ, അത് അവസാനിപ്പിക്കാനാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന്